ഹലോ, നമുക്ക് ഒഫ്താലിൻ്റെ റിമൈനിങ് പോർഷൻസ് നോക്കാം. ഡിസീസ് ഓഫ് യുവിയൽ ട്രാക്ട്, അതിലെന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്? ആൻറ്റീരിയർ യുവിഐറ്റിസ്, എൻഡോഫ്താൽമൈറ്റിസ്, എവിസറേഷൻ, കെരാറ്റിക് പ്രസിപിറ്റേറ്റ്സ്. ആൻറ്റീരിയർ യുവിഐറ്റിസ് ഇതിൻ്റെ വേറെ പേരാണ് ഇറിഡോസൈക്ലൈറ്റിസ്. ഇൻഫ്ലമേഷൻ ഓഫ് യുവിയൽ ടിഷ്യൂ ഫ്രം ഐറിസ് അപ് ടു പാർസ് പ്ലൈക്കേറ്റ ഓഫ് ciliary body. It is subdivided into three types: ഐറൈറ്റിസ്, ഇറിഡോസൈക്ലൈറ്റിസ്, ആൻറ്റീരിയർ സൈക്ലൈറ്റിസ്. ഐറൈറ്റിസ് എന്ന് പറയുമ്പോൾ പ്രീഡോമിനൻ്റ്ലി ഐറിസ് ടിഷ്യൂ ആണ് ഇൻവോൾവ് ആയത്. എന്നാൽ ഇറിഡോസൈക്ലൈറ്റിസ് എന്ന് പറയുമ്പോൾ ഐറിസും ഇൻവോൾവ് ആയിട്ടുണ്ട്, പാർസ് പ്ലൈക്കേറ്റം രണ്ടും ഈക്വലി ഇൻവോൾവ് ആണ്. എന്നാൽ ആൻറ്റീരിയർ സൈക്ലൈറ്റിസ് എന്ന് പറയുമ്പോൾ പ്രീഡോമിനൻ്റ്ലി പാർസ് പ്ലൈക്കേറ്റയാണ് ഇൻവോൾവ്. ഓക്കെ, ഇറ്റിയോളജി പറയുമ്പോൾ ഇൻഫെക്ഷ്യസ് ആയിട്ടും നോൺ ഇൻഫെക്ഷ്യസ് ആയിട്ടും പറയും. ഇൻഫെക്ഷ്യസിൽ തന്നെ എക്സോജിനസ്, സെക്കൻഡറി, ഇൻഡോജിനസ്. പിന്നെ നമുക്ക് ഇൻഫെക്ഷ്യസ് ഏജൻസ് ആയിരിക്കാം ബാക്ടീരിയ, വൈറൽ, ഫംഗൽ, പാരസൈറ്റിക്, റിക്കറ്റ്സിയൽ. എക്സോജിനസ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഇൻഫെക്ഷൻ ഓഫ് ഐ ആണ്. സെക്കൻഡറി എന്ന് പറയുമ്പോൾ ഇൻഫെക്ഷൻ ഫ്രം അഡ്ജസൻറ്റ് സ്ട്രക്ചേഴ്സ് ലൈക്ക് കൺജങ്ക്റ്റീവ, റെറ്റിന, സ്ക്ലീറ. എൻഡോജിനസ് എന്ന് പറയുമ്പോൾ ഇൻഫെക്ഷൻ വിയ വാസ്കുലർ റൂട്ട് വഴിയുള്ള ഇൻഫെക്ഷൻസ്. ഇനി ബാക്ടീരിയൽ, ഫംഗൽ, വൈറൽ, പാരസൈറ്റിക്, റിക്കറ്റ്സിയൽ എന്ന് പറഞ്ഞില്ല. ബാക്ടീരിയൽ എന്തൊക്കെ ഉണ്ടാവാം? എന്തൊക്കെ വഴി? ഇപ്പോൾ ടി ബി, സിഫിലിസ്, ബ്രൂസെല്ലോസിസ്. വൈറൽ വഴി HSV, സൈറ്റോമെഗലോ വൈറസ്, ഡെങ്കു. ഫംഗലിൽ ആസ്പെർജില്ലോസ്, കാൻഡിഡ. പാരസൈറ്റിക്കിൽ ടോക്സോപ്ലാസ്മ, അമീബിയാസിസ്. റിക്കറ്റ്സിയൽ സ്ക്രബ് ടൈഫസ്, എപ്പിഡമിക് ടൈഫസ്. ഈ നോൺ ഇൻഫെക്ഷ്യസിൽ ഇമ്മ്യൂൺ റിലേറ്റഡും ഉണ്ട്, സിസ്റ്റമിക് ഡിസീസും ഉണ്ട്. ഇമ്മ്യൂൺ റിലേറ്റഡിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി, HLA മീഡിയേറ്റഡ്, അറ്റോപിക് യുവൈറ്റിസ്. സിസ്റ്റമിക് ഡിസീസിൽ കൊളാജൻ റിലേറ്റഡ്, ഡിസീസ് ഓഫ് സ്കിന്ന്, മെറ്റബോളിക്. കൊളാജൻ റിലേറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്ക് SLE പറയാം, പോളിയാട്രൈറ്റിസ് നോഡോസ് ഒക്കെ പറയാം. ഡിസീസ് ഓഫ് സ്കിന്നിൽ സോറിയാസിസ്, എരിതമ നോഡോസ്. മെറ്റബോളിക് ഡിസീസസ് ലൈക്ക് ഡയബറ്റീസ് മെല്ലിറ്റസ് അതൊക്കെ പറയാം. ഇനി ഇതിനെ തന്നെ യുവൈറ്റിസിനെ തന്നെ നമുക്ക് ടോക്സിക്, ട്രോമാറ്റിക്, ഇഡിയോപതിക് അങ്ങനെയൊക്കെ പറയാം. ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, സിംറ്റംസ്: പെയിന്, ഫോട്ടോഫോബിയ, ലാക്രിമേഷൻ, റെഡ്നെസ്, ഡിക്രീസ്ഡ് വിഷൻ. സൈൻസ് ലിഡ് എഡിമ, സർക്കം കോർണിയൽ കൺജഷൻ. കോർണിയൽ സൈൻസ് ആയിട്ട് നമുക്ക് പറയാം, കോർണിയൽ നല്ല എഡിമ, പിന്നെ കോർണിയൽ ഒപ്പാസിറ്റി, പോസ്റ്റീരിയർ കോർണിയൽ ഒപ്പാസിറ്റി, കെരാറ്റിക് പ്രസിപിറ്റേറ്റ്സ്. ആൻറ്റീരിയർ ചാമ്പർ സൈൻസ് ആയിട്ട് ഹൈപ്പോപിയോണ്, അക്വസ് ഫ്ലെയർ, anterior cells, changes in shape, angle and depth of anterior chamber. Iris sign side neovascularization, iris nodules, posterior sign ഒക്കെ. Pupillary sign side narrow pupil, irregular pupil size, ectropion pupillae. ഇനി changes in lens, pigment disposal ഉണ്ടാവും ലെൻസിൽ, എക്സുഡേറ്റ്സിന്റെ ഫോർമേഷൻ, കോംപ്ലിക്കേറ്റഡ് കാറ്ററാക്ട്. നമുക്ക് ഓരോ കോംപ്ലിക്കേഷൻസ് പറയാം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? മെയിൻ ക്ലിനിക്കൽ ഫീച്ചർ ആയിട്ട് പെയിന്, ഫോട്ടോഫോബിയ, റെഡ്നെസ്, ലാക്രിമേഷൻ അതൊക്കെ. പിന്നെ ലിഡിന് എഡിമ ഉണ്ടാവും, കോർണിയക്ക് ചുറ്റും കൺജഷൻ. പിന്നെ ആൻറ്റീരിയർ ചാമ്പറിലെ കുറച്ച് സൈന് പറഞ്ഞു, ആൻറ്റീരിയർ സെല്ല്, ഹൈപ്പോപിയോണ്, അക്വസ് ഫ്ലെയർ അങ്ങനെയൊക്കെ. ഐറിസ് സൈൻസ് ആയിട്ട് ഐറിസ് നോഡ്യൂൾസ്, പോസ്റ്റീരിയർ സൈനൊക്കെ ഫോർമേഷൻ, നിയോവാസ്കുലറൈസേഷൻ. പ്യൂപ്പിലറി സൈൻസ് ആയിട്ട് പ്യൂപ്പിൾ നാരോ ആയി, പ്യൂപ്പിളിൻ്റെ സൈസ്, എക്ട്രോപ്പിയോണ് അതൊക്കെ പറഞ്ഞു. പിന്നെ ലെൻസിൽ പറഞ്ഞു പിഗ്മെന്റ് ഡിസ്പോസൽ, എക്സുഡേറ്റ്സ്. കോംപ്ലിക്കേഷൻ പറയുമ്പോൾ കോംപ്ലിക്കേറ്റഡ് കാറ്ററാക്ട്, സെക്കൻഡറി ഗ്ലോക്കോമ, പാപ്പിലൈറ്റിസ്, ബാൻഡ് കെരാറ്റോപ്പതി, കൊറോയിഡൈറ്റിസ്. ഇൻവെസ്റ്റിഗേഷൻസ് ഹെമറ്റോളജിക്കലി നമുക്ക് ടോട്ടൽ ല്യൂക്കോസൈഡ് കൗണ്ട്, DL, CSR ഒക്കെ ചെയ്യാം. സീറോളജിക്കലി ആൻക, HLA. സ്റ്റൂൾ എക്സാമിനേഷൻ ഓവ സിസ്റ്റ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക. റേഡിയോളജിക്കലി എക്സ്റേ, CT. സ്കിൻ ടെസ്റ്റ് ആയിട്ട് ട്യൂബർക്കുലിൻ ടെസ്റ്റ്, ലെപ്രോമിൻ ടെസ്റ്റ്. ബയോപ്സി ആയിട്ട് ഇൻട്രാ ഒക്യുലർ ഫ്ലൂയിഡ് സാമ്പിൾസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ നോക്കുക, ബയോപ്സി ചെയ്ത് നോക്കുക. ഇനി ട്രീറ്റ്മെന്റ്, ലോക്കൽ ട്രീറ്റ്മെന്റ് ആയിട്ട് സൈക്ലോപ്ലെജിക്സ്, സ്റ്റീറോയിഡ്സ്. സിസ്റ്റമിക് ട്രീറ്റ്മെന്റ് ആയിട്ട് NSAIDs, ഇമ്മ്യൂണോസപ്രസൻസ്, ആന്റിബയോട്ടിക്സ്. സ്പെസിഫിക് ട്രീറ്റ്മെന്റ് ആയിട്ട് ആന്റി ട്യൂബർക്കുലർ ഡ്രഗ്. ഇനി ട്രീറ്റ്മെന്റ് ഓഫ് കോംപ്ലിക്കേഷൻ, റിറ്റിനൽ ഡിറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ വിട്രെക്ടമി ചെയ്യും. ഈ സിസ്റ്റോയിഡ് മാക്കുലർ എഡിമ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻട്രാവിട്രിയൽ സ്റ്റീറോയിഡ്സിന് അഡ്മിനിസ്റ്റർ ചെയ്യും. കോംപ്ലിക്കേറ്റഡ് കാറ്ററാക്ട് ആണെങ്കിൽ എന്ത് ചെയ്യും? ലെൻസ് എക്സ്ട്രാക്ഷൻ ചെയ്യും. വല്ല ഇൻഫ്ലമേറ്ററി ഗ്ലോക്കോമ ഉണ്ടെങ്കിൽ ടൈമോലോൾ, അസെറ്റസോലമൈഡ് അതൊക്കെ കൊടുക്കും. ഇനി നമുക്ക് എൻഡോഫ്താൽമൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു എക്സോജിനസ് ഇൻഫെക്ഷൻ ആണ്. മോസ്റ്റ് കോമൺ കോസ് ഇൻട്രാ ഒക്കുലർ സർജറി ആണ്. രണ്ട് വഴി ഉണ്ടാവും, സർജന്റെ ഫോൾട്ട് വഴി ഉണ്ടാവാം, പേഷ്യന്റിന്റെ ഫോൾട്ട് വഴി ഉണ്ടാവാം. സർജന്റെ ഫോൾട്ട് വഴി ഉണ്ടാകുന്നത് എന്തൊക്കെ ഓർഗാനിസം? സ്റ്റാഫ് എപ്പിഡെർമിഡിസ്, സ്റ്റാഫ് ഓറിയസ്, പിന്നെ സ്യൂഡോമോണാസ്. പേഷ്യന്റ് ഫോൾട്ട് വഴിയാണെങ്കിൽ പ്രൊപ്പിയോണെ ബാക്ടീരിയ, മാഗ്ന വഴിയായിരിക്കും. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുമ്പോൾ എന്തൊക്കെ പറയാം? അപ്പോൾ നമ്മളൊന്ന് എക്സാമിൻ ചെയ്ത് നോക്കുമ്പോൾ അമാരോട്ടിക് കാറ്റൈ റിഫ്ലക്സ് കാണും. അമാരോട്ടിക് കാറ്റൈ റിഫ്ലക്സ് എന്ന് ഉദ്ദേശിച്ചത് എന്താ? പഫ് ബോൾ ഒബാസിറ്റീസ് ഇൻ വിട്രിയസ്, ഫംഗൽ അപ്പം നമ്മൾ പഫ് ബോൾ വിട്രിയസിൽ പഫ് ബോൾ ഒബാസിറ്റി കാണുകയാണെങ്കിൽ തന്നെ ഓക്കെ, ഇറ്റ് ഈസ് ഫംഗൽ എൻഡോഫ്താൽമൈറ്റിസ് ആണെന്ന് മനസ്സിലാക്കണം. ഇനി എൻഡോഫ്താൽമൈറ്റിസ് എന്ന് പറയുമ്പോൾ ശരിക്കും
ഐബോൾ ഇതിൽ ഫുള്ളായിട്ട് ഇൻഫ്ലമേഷൻ ഓഫ് ഇന്നർ സ്ട്രക്ചർ ഓഫ് ഐബോൾ, യുവിയൽ ടിഷ്യൂ, റെറ്റിന, വിട്രിയസ് ഒക്കെ ഇൻഫ്ലെയിം ആവും. ട്രീറ്റ്മെൻറ്റ് പറയുമ്പോൾ ഇൻട്രാവിട്രിയൽ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇഞ്ചെക്ഷൻ, പിന്നെ ആൻറ്റിബയോട്ടിക് എല്ലാ റൂട്ടിലൂടെ ഇഞ്ചെക്ട് ചെയ്യും. ടോപ്പിക്കൽ, സബ് കൺജങ്ക്റ്റീവൽ, ഇൻട്രാവിട്രിയൽ, IV. ഇതിൽ ഇൻട്രാവിട്രിയലാണ് മോസ്റ്റ് കോമൺ. സ്റ്റീറോയിഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന 12 to 24 hours ഓഫ് ഇൻറ്റൻസീവ് ആൻറ്റിബയോട്ടിക് തെറാപ്പിക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യും? 12 to 24 hours നമ്മൾ ആൻറ്റിബയോട്ടിക് തെറാപ്പി കൊടുത്തു, എന്നിട്ട് സ്റ്റീറോയിഡ്സിൻ്റെ സ്റ്റാർട്ട് ചെയ്യും റെഡി ആയിട്ടില്ലെങ്കിൽ. പിന്നെ ഫംഗൽ എൻഡോഫ്താൽമൈറ്റിസിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഓഫ് ചോയ്സ് വിട്രെക്ടമിയാണ്. ഇനി ബാക്ടീരിയൽ എൻഡോഫ്താൽമൈറ്റിസിന് ഇത്രയും നമ്മൾ ചെയ്തിട്ടും ഒന്നും ഒരു റിലീഫും ഇല്ലെങ്കിലും നമ്മൾ വിട്രെക്ടമി ചെയ്യും. എവിസറേഷൻ എന്ന് പറയുമ്പോൾ റിമൂവൽ ഓഫ് ദി കണ്ടൻസ് ഓഫ് ഐബോൾ ലീവിംഗ് ബിഹൈൻഡ് സ്ക്ലീറ. ഫ്രിൽ എവിസറേഷൻ ആണ് പ്രിഫേർഡ് ഓവർ സിമ്പിൾ എവിസറേഷനേക്കാളും ബെറ്റർ ആയിട്ട് പറയുന്നത് ഫ്രിൽ എവിസറേഷൻ ആണ്. അബൌട്ട് 3 mm ഓഫ് സ്ക്ലീറ ഈസ് ലെഫ്റ്റ് അറൌണ്ട് ഓപ്റ്റിക് നെർവ്. ഇൻഡിക്കേഷൻ പറയുമ്പോൾ പാനോഫ്താൽമൈറ്റിസ്, എക്സ്പൾസീവ് കൊറോയിഡൽ ഹെമറേജ്, ബ്ലീഡിംഗ്, ആൻറ്റീരിയർ സ്റ്റെഫിലോമ. കണ്ണ് മൊത്തം ഇൻഫ്ലെയിം ആയാൽ എന്തായാലും എവിസറേറ്റ് ചെയ്ത് കളയണം. പിന്നെ ഭയങ്കര കൊറോയിഡൽ ഹെമറേജ് ഒക്കെ വരികയാണെങ്കിലും എവിസറേഷൻ നടത്തണം. പിന്നെ ആൻറ്റീരിയർ സ്റ്റെഫിലോമ വഴി ബ്ലീഡിംഗ് വരികയാണെങ്കിലും അങ്ങനെയാണെങ്കിൽ എവിസറേഷൻ ചെയ്യണം. ഇനി സർജിക്കൽ സ്റ്റെപ്പ് എവിസറേഷനിൽ ഫസ്റ്റ് എന്ത് ചെയ്യും? കൺജങ്ക്റ്റീവിനെയും ടീനോൺ ക്യാപ്സ്യൂളിനെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യും. അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ കോർണിയനെ റിമൂവ് ചെയ്യും. കോർണിയനെ റിമൂവ് ചെയ്യൽ എങ്ങനെയാണ്? ഫസ്റ്റ് ലിംബസിലൊരു കട്ട് കൊടുക്കും. റേസർ ബ്ലേഡ് വെച്ചിട്ട് ആദ്യം ലിംബസിലൊരു കട്ട് കൊടുത്തു, എന്നിട്ട് ഇൻട്രാഓക്കുലർ കണ്ണിൻ്റെ ഉള്ളിലുള്ള കണ്ടൻസിനെ മൊത്തം നമ്മൾ റിമൂവ് ചെയ്തു. എന്നിട്ട് സെപ്പറേഷൻ ഓഫ് എക്സ്ട്രാ ഓക്കുലർ മസിൽസിനൊക്കെ സെപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് സ്ക്ലീറനെ റിമൂവ് ചെയ്യുക. എന്നിട്ട് ആ ടീനോൺസ് ക്യാപ്സ്യൂളും കൺജങ്ക്റ്റീവും നമ്മൾ ആദ്യം സെപ്പറേറ്റ് ചെയ്തില്ലേ അതിനെ ക്ലോസ് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പം ഫസ്റ്റ് കൺജങ്ക്റ്റീവ ടീനോൺസ് ക്യാപ്സ്യൂളിൻ്റെ സെപ്പറേഷൻ, എന്നിട്ട് ലിംബസിൻ്റെ അവിടെ കട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കോർണിയനെ റിമൂവ് ചെയ്തു. എന്നിട്ട് റിമൂവൽ ഓഫ് ഇൻട്രാഓക്കുലർ കണ്ടന്റ്, സെപ്പറേഷൻ ഓഫ് എക്സ്ട്രാ ഓക്കുലർ മസിൽസ്, റിമൂവൽ ഓഫ് സ്ക്ലീറ, ക്ലോഷർ ഓഫ് ടീനോൺസ് ക്യാപ്സ്യൂൾ ആൻഡ് കൺജങ്ക്റ്റീവ. ഇനി കെരാറ്റിക് പ്രസിപിറ്റേറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനേഷ്യസ് സെല്ലുലാർ ഡിപ്പോസിറ്റ് ആണ്. ബാക്ക് ഓഫ് കോർണിയയുടെ ബാക്കിലുള്ള ഒരു പ്രോട്ടീനേഷ്യസ് സെല്ലുലാർ ഡിപ്പോസിറ്റ് അറ്റ് ബാക്ക് ഓഫ് കോർണിയ. ഈ കെരാറ്റിക് പ്രസിപിറ്റേറ്റിനെ കാണുമ്പോൾ തന്നെ ഓക്കെ ഇറ്റ് ഈസ് എ സൈൻ ഓഫ് ആൻറ്റീരിയർ യുവിഐറ്റിസ് ആണ് നമുക്ക് മനസ്സിലാവും. അറേഞ്ച്ഡ് ഇൻ എ ട്രയാങ്കുലർ ഫാഷൻ ഓക്യുപ്പൈങ് സെൻറ്റർ ആൻഡ് ഇൻഫീരിയർ പാർട്ട് ഓഫ് കോർണിയ. 4 ടൈപ്പ് ഉണ്ട്. മട്ടൺ ഫാറ്റ് കെരാറ്റിക് പ്രസിപിറ്റേറ്റ് ഉണ്ട്, സ്മോൾ ആൻഡ് മീഡിയം കെരാറ്റിക് പ്രസിപിറ്റേറ്റ് ഉണ്ട്, ഫൈൻ കെരാറ്റിക് പ്രസിപിറ്റേറ്റിന്റെ വേറെ പേരാണ് സ്റ്റെല്ലേറ്റ് കെരാറ്റിക് പ്രസിപിറ്റേറ്റ്. പിന്നെ അതേപോലെ ഓൾഡ് കെരാറ്റിക് പ്രസിപിറ്റേറ്റും ഉണ്ട്. മട്ടൺ ഫാറ്റ് കെരാറ്റിക് പ്രസിപിറ്റേറ്റ് 10 to 15 നമ്പർ ആണ്. ഒക്യൂസ് ഇൻ ഗ്രാനുലോമാറ്റസ് ഇറിഡോസൈക്ലൈറ്റിസിലൊക്കെയാണ് ഉണ്ടാവുക. കമ്പോസ്ഡ് ഓഫ് എപ്പിത്തീലോയിഡ് സെൽ ആൻഡ് മാക്രോഫേജസ്. ലാർജ്, തിക്ക്, ഫ്ലഫി, ലാർഡേഷ്യസ് കെരാറ്റിക് പ്രസിപിറ്റേറ്റ്സ് ആണ്. പിന്നെ സ്മോൾ ആൻഡ് മീഡിയം കെരാറ്റിക് പ്രസിപിറ്റേറ്റ്, ഗ്രാനുലാർ കെരാറ്റിക് പ്രസിപിറ്റേറ്റ്. ഇവർ കമ്പോസ് ചെയ്തിരിക്കുന്ന കുറേ ലിംഫോസൈറ്റ്സിനെ കൊണ്ട്. സ്മോൾ ഡിസ്ക്രീറ്റ് ഡേർട്ടി വൈറ്റ് കെരാറ്റിക് പ്രസിപിറ്റേറ്റ്സ് ആണ് ആര്? ഈ സ്മോൾ ആൻഡ് മീഡിയം കെരാറ്റിക് പ്രസിപിറ്റേറ്റ്. മട്ടൺ ഫാറ്റിനെ പറഞ്ഞു 10 to 15 നമ്പർ ആണ്. എപ്പിത്തീലോയിഡ് സെല്ലും മാക്രോഫേജും ഒക്കെയാണ് ഉള്ളത്. ലാർജ്, തിക്ക്, ഫ്ലഫി, ലാർഡേഷ്യസ് കെരാറ്റിക് പ്രസിപിറ്റേറ്റ് ആണ്. സ്മോൾ ആൻഡ് മീഡിയം കെരാറ്റിക് പ്രസിപിറ്റേറ്റ് കമ്പോസ്ഡ് ഓഫ് ലിംഫോസൈറ്റ്സ്, സ്മോൾ ഡിസ്ക്രീറ്റ് ഡേർട്ടി വൈറ്റ് കെരാറ്റിക് പ്രസിപിറ്റേറ്റ്. ഇനി ഫൈൻ കെരാറ്റിക് പ്രസിപിറ്റേറ്റ്, ഫൈൻ്റെ വേറെ പേരാണ് സ്റ്റെല്ലേറ്റ്. കോർണിയൽ എപ്പിത്തീലിയത്തിനെ കവർ ചെയ്തിട്ടാണ് ഇവരുണ്ടാവുക. പിന്നെ ഓൾഡ് കെരാറ്റിക് പ്രസിപിറ്റേറ്റ്, സൈൻ ഓഫ് ഹീൽഡ് യുവൈറ്റിസിന്റെ സൈനാണ് ഓൾഡ് കെരാറ്റിക് പ്രസിപിറ്റേറ്റ്. ഇനി ലെൻസിന്റെ ഡിസീസ് പറയുമ്പോൾ അക്വയർഡ് കാറ്ററാക്ട്, സെനൈൽ കാറ്ററാക്ട്, ആഫ്റ്റർ കാറ്ററാക്ട്, കോംപ്ലിക്കേറ്റഡ് കാറ്ററാക്ട്, കൺജനൈറ്റൽ കാറ്ററാക്ട്, ലാമെല്ലാർ കാറ്ററാക്ട്, കോംപ്ലിക്കേഷൻസ് ഓഫ് കാറ്ററാക്ട് സർജറി. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് കാറ്ററാക്ട് എന്താണ്? കാറ്ററാക്ടിന്റെ ടൈപ്പ് പറയുമ്പോൾ അക്വയർഡും ഉണ്ട്, കൺജനൈറ്റലും ഉണ്ട്. അക്വയർഡിൽ ഏതൊക്കെയാ? മെറ്റബോളിക്, ട്രോമാറ്റിക്, കോംപ്ലിക്കേറ്റഡ്, സെനൈൽ ഓർ ഏജ്ഡ് കാറ്ററാക്ട്. മെറ്റബോളിക്, ട്രോമാറ്റിക്, കോംപ്ലിക്കേറ്റഡ്, സെനൈൽ ഓർ ഏജ്ഡ്. കൺജനൈറ്റൽ ഡെവലപ്മെന്റിലും ഇൻഫാന്റയിലും. അപ്പോൾ കാറ്ററാക്ട് എന്ന് പറഞ്ഞാൽ ലെൻസിനുള്ള എന്തോ ഒരു ഒപ്പാസിറ്റി, എനി ഒപ്പാസിറ്റി ഇൻ ലെൻസ്. മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഗ്രാജുവൽ പെയിൻലെസ് ലോസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത് കാറ്ററാക്ട് ആണ്. അതേപോലെ ഇന്ത്യയിലെ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ബ്ലൈൻഡ്നെസ്സും കാറ്ററാക്ട് ആണ്. അക്വയർഡ് കാറ്ററാക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അതിലൊന്ന് പറഞ്ഞു മെറ്റബോളിക്കിൽ എന്തൊക്കെ പറയാം? ഡയബറ്റിസ് മെലിറ്റസ് വഴി സ്നോഫ്ലേക്ക് കാറ്ററാക്ട് ഉണ്ടാവും. പിന്നെ ഗലക്ടോസീമിയയുടെ ഫീച്ചർ എന്താ? അതിലുള്ള കാറ്ററാക്ട് ഓയിൽ ഡ്രോപ്ലെറ്റ് കാറ്ററാക്ട് ആണ്. പിന്നെ മയോട്ടോണിക് ഡിസ്ട്രോഫിയിൽ ക്രിസ്മസ് കാറ്ററാക്ട്, വിൽസൺ ഡിസീസിൽ സൺഫ്ലവർ കാറ്ററാക്ട്. ഡയബറ്റിസ് മെലിറ്റസ് സ്നോഫ്ലേക്ക്, ഗലക്ടോസീമിയയിലെ ഓയിൽ ഡ്രോപ്ലെറ്റ്, മയോട്ടോണിക് ഡിസ്ട്രോഫിയിൽ ക്രിസ്മസ് കാറ്ററാക്ട്, വിൽസൺ ഡിസീസിൽ സൺഫ്ലവർ കാറ്ററാക്ട്. ഇനി ട്രോമാറ്റിക് എന്ന് പറയുമ്പോൾ ബ്ലൻഡ് ട്രോമ വഴിയുള്ള കാറ്ററാക്ട് ആണ് റോസെറ്റ് ഷേപ്ഡ് കാറ്ററാക്ട്. പോസ്റ്റീരിയർ സബ് കാപ്സുലർ കാറ്ററാക്ട് അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. റോസെറ്റ് ഷേപ്ഡ് കാറ്ററാക്ട് ബ്ലൻഡ് ട്രോമ വഴിയുള്ള.
അങ്ങനെ ബ്ലൈൻഡ് ട്രോമ വഴിയുള്ള റോസറ്റ് ഷേപ്ഡ് കാറ്ററാക്ട്. പിന്നെ ഇൻഫ്രാറെഡ് റേസ് വഴിയുള്ളത്, ഇൻഫ്രാറെഡ് റേ മോസ്റ്റ്ലി ആർക്കുണ്ടാവുക, ഗ്ലാസ് ബ്ലോവേഴ്സിന് ഉണ്ടാവും. അപ്പം അതിന്റെ പേര് തന്നെ അങ്ങനെ, ഇൻഫ്രാറെഡ് റേ വഴിയുള്ള ട്രോമാറ്റിക് കാറ്ററാക്ടിന് ഗ്ലാസ് ബ്ലോവേഴ്സ് കാറ്ററാക്ട്. ഈ ഗ്ലാസ് ബ്ലോവേഴ്സിന്റെ ഇവർക്ക് ഇങ്ങനെ ഇൻഫ്രാറെഡ് റേ അടിക്കുന്നതിനനുസരിച്ച് ലെൻസിന്റെ ക്യാപ്സ്യൂള് എന്ത് ചെയ്യും, എക്സ്ഫോളിയേറ്റ് ചെയ്തു പോകും. ട്രൂ എക്സ്ഫോളിയേഷൻ ഓഫ് ലെൻസ് ക്യാപ്സ്യൂൾ. പിന്നെ ലൈറ്റനിങ്, ഇലക്ട്രിക് ഷോക്ക് ഒക്കെ വഴി ഉണ്ടാവുന്നത് ആന്റിരിയർ ക്യാപ്സുലാർ ഒപ്പാസിറ്റീസ് ഉണ്ടാവും. ഇനി കോംപ്ലിക്കേറ്റഡ് കാറ്ററാക്ട്. കോംപ്ലിക്കേറ്റഡ് എന്ന് പറയുമ്പോൾ യുവൈറ്റിസ് വഴി, മയോപ്പിയ വഴി, ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ. ഈ കോംപ്ലിക്കേറ്റഡ് കാറ്ററാക്ടിന്റെ ഒരു അപ്പിയറൻസ് ബ്രെഡ് ക്രംബ് അപ്പിയറൻസ് എന്നാ പറയാ, ബ്രെഡ് ക്രംബ് അപ്പിയറൻസ്. ഇനി സെനൈൽ കാറ്ററാക്ട്. സെനൈൽ എന്ന് പറയുമ്പോൾ ഏജ് റിലേറ്റഡ് ആണ്. 50 to 70 years ഓഫ് ആ ഒരു ഏജ് ഗ്രൂപ്പിൽ 4 ടൈപ്പ് ഉണ്ട്. ന്യൂക്ലിയർ കാറ്ററാക്ട്, കോർട്ടിക്കൽ, ഇമ്മച്യൂർ, മെച്യൂർ. മെച്യൂർ പിന്നെ എന്താവും, ഹൈപ്പർ മെച്യൂർ ആയിട്ട് മാറും. ഹൈപ്പർ മെച്യൂറിൽ 2 ടൈപ്പ്, മോർഗാഗ്നിയനും സ്ക്ലീറോട്ടിക്കും. ന്യൂക്ലിയർ കാറ്ററാക്ട്. ന്യൂക്ലിയർ കാറ്ററാക്ടിന്റെ വേറൊരു പേരാണ് എന്താ, സെൻട്രൽ കാറ്ററാക്ട്. അതേപോലെ കോർട്ടിക്കൽ കാറ്ററാക്ട്, പെരിഫറൽ കാറ്ററാക്ട്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുമ്പോൾ ലോസ് ഓഫ് സൈൻ ഇൻ ഡേ ടൈമിൽ വിഷൻ കുറയണം, എന്നാൽ ഡിം ലൈറ്റിൽ വിഷൻ ഇമ്പ്രൂവ് ആവണം. പക്ഷെ നൈറ്റ് ടൈം ഒക്കെ ആകുമ്പോഴേക്കും വിഷൻ ഇമ്പ്രൂവ് ആവും. സെൻട്രലിനല്ലേ, അപ്പൊ സെൻട്രലിനല്ലേ ഒപ്പാസിറ്റി ഉള്ളത്. അപ്പം ഡേ ടൈമിൽ എന്താ, വിഷൻ കുറവാണ്, ഡിം ലൈറ്റിൽ വിഷൻ കൂടും. നേരെ മറിച്ച് കോർട്ടിക്കലില് ഡേ ടൈമിലാണ് അത്യാവശ്യം വിഷൻ ഉള്ളത്, ഡിം ലൈറ്റിലാണ് അവർക്ക് എന്ത് ലോസ് ഓഫ് വിഷൻ ഉള്ളത്. അപ്പം ന്യൂക്ലിയർ കാറ്ററാക്ട് ഓൾസോ നോൺ ആസ് സെൻട്രൽ കാറ്ററാക്ട്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ലോസ് ഓഫ് വിഷൻ ഇൻ ഡേ ടൈം, ഇംപ്രൂവ്മെന്റ് ഓഫ് വിഷൻ ഇൻ ഡിം ലൈറ്റ്. പാത്തോളജി പറയുമ്പോൾ സ്ക്ലീറോസിസ് കോസസ് ഹാർഡ് കാറ്ററാക്ട്. ലെൻസിന്റെ ഇവിടെ സ്ക്ലീറോസിസ് നടക്കുന്നത് കാരണം ഹാർഡ് കാറ്ററാക്ട് ആവുന്നു. സോ increase in refractive index, increase in power led to index myopia. Loss of far vision or nearsightedness led to second sight phenomena. നമുക്ക് ഇതിന്റെ ഗ്രേഡിംഗ് പറയാം. ഗ്രേഡ് 1, 2, 3, 4. ഗ്രേഡ് 1 എന്ന് പറയുമ്പോൾ യെല്ലോയിഷ് കളർ ആയിരിക്കും, ഗ്രേഡ് 2 ആംബർ, ഗ്രേഡ് 3 ബ്രൗൺ, ഗ്രേഡ് 4 ബ്ലാക്ക്. അപ്പൊ നമ്മൾ യെല്ലോ കളർ കാണുമെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഗ്രേഡ് 1. ആംബർ കളർ ആണെങ്കിൽ ഗ്രേഡ് 2, ബ്രൗൺ കളർ ആണെങ്കിൽ ഗ്രേഡ് 3 ബ്രൗൺ. അപ്പം അതിന് പറഞ്ഞ വേറെ പേരാണ് കാറ്ററാക്ട ബ്രുണസെൻസ്. കാറ്ററാക്ട ബ്രുണസെൻസ്. ബ്ലാക്ക് ആണെങ്കിൽ ഗ്രേഡ് 4, കാറ്ററാക്ട നൈഗ്ര. കളർ ഇസ് ഡ്യൂ ടു ഡിപ്പോസിഷൻ ഓഫ് യൂറോക്രോം പിഗ്മെന്റ്. ഇനി കോർട്ടിക്കൽ കാറ്ററാക്ട് ഓൾസോ നോൺ ആസ് പെരിഫറൽ കാറ്ററാക്ട്. 2 ടൈപ്പ് ഉണ്ട്, ക്യുനിഫോമും ക്യുപിലിഫോമും. ക്യുനിഫോം വെഡ്ജ് ഷേപ്ഡ് പോസ്റ്റീരിയർ ഒപ്പാസിറ്റീസ്. ഇപ്പോൾ ടോട്ടൽ കാറ്ററാക്ടിനെ നോക്കുമ്പോൾ അതിൽ 25% ന്യൂക്ലിയർ കാറ്ററാക്ടും 75% കോർട്ടിക്കൽ ആയിരിക്കും. ഈ 75%-ൽ 70% ക്യുനിഫോം വെഡ്ജ് ഷേപ്ഡ് പോസ്റ്റീരിയർ ഒപ്പാസിറ്റീസ്, 5% ആണ് ക്യുപിലിഫോം പോസ്റ്റീരിയർ സബ് കാപ്സുലാർ കാറ്ററാക്ട്. ലോസ് ഓഫ് വിഷൻ ഇൻ ഡിം ലൈറ്റ്. ഇനി പാത്തോളജി പറയുമ്പോൾ ഹൈഡ്രേഷൻ ഓഫ് ലെൻസിന്റെ ഹൈഡ്രേഷൻ നടക്കുന്നു, അതുവഴി സോഫ്റ്റ് കാറ്ററാക്ട്. Formation of water cleft and vacuoles, lamella separation, wedge shaped opacities, cuneiform cataract. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അതെന്താവുന്നു, ഇമ്മച്യൂർ കാറ്ററാക്ട് ആയിട്ട് മാറും. ഇമ്മച്യൂർ കാറ്ററാക്ടിൽ എന്താ, ഐറിസ് ഷാഡോ. ഇമ്മച്യൂറിന്റെയും മെച്യൂറിന്റെയും ഡിഫറൻസ് ആണ് നമ്മൾ പറയുന്നത്, ഐറിസ് ഷാഡോ പ്രസന്റ് ആണോ അല്ലേ നോക്കിയിട്ടാണ്. അപ്പം ലെൻസ് സർഫേസിൽ ഐറിസ് ഷാഡോ പ്രസന്റ് ആണെങ്കിൽ ഓക്കെ, ഇറ്റ് ഈസ് ഇമ്മച്യൂർ കാറ്ററാക്ട്. സീൻ ആസ് ഗ്രേഷ് വൈറ്റ് കളർ. Iris shadow over lens surface is present, seen as grayish white color. On distant ophthalmoscopy with dilated pupil, multiple dark areas against red fundal glow. On slit lamp examination, areas of normal with cataractaceous cortex. Mature cataract. Mature cataract എങ്ങനെ, pearly whitish color ആയിരിക്കും, iris shadow ഒന്നും ഇല്ല, കംപ്ലീറ്റ് ലെൻസ് മൊത്തം, കോർട്ടെക്സ് മൊത്തം കാറ്ററാക്ടേഷ്യസ് ആയിരിക്കും. ഓക്കെ, അപ്പം മെച്യൂർ കാറ്ററാക്ട് ബിക്കം പേർലി വൈറ്റ് വിത്ത് ആബ്സെൻസ് ഓഫ് ഐറിസ് ഷാഡോ, കംപ്ലീറ്റ് cortex cataractaceous, no red glow but white pupil due to complete cataract. Color of lens pearly white with brownish nucleus. ഹൈപ്പർമെച്യൂർ 2 ടൈപ്പ് ഉണ്ട്, മോർഗാഗ്നിയൻ ഉണ്ട്, സ്ക്ലെറോട്ടിക് ഉണ്ട്. മോർഗാഗ്നിയൻ ലിക്വിഫാക്ഷൻ ഓഫ് കോർട്ടെക്സ് ആണ്, ലിക്വിഫാക്ഷൻ വഴി സിങ്കിങ് ഓഫ് ന്യൂക്ലിയസ്, മിൽക്കി വൈറ്റ് പ്യൂപ്പിൾ. സ്ക്ലെറോട്ടിക് shrunken cataractaceous lens with a thickened anterior capsule and dirty white pupil. മോർഗാഗ്നിയനിൽ ലിക്വിഫേഷൻ നടന്നിട്ട് ന്യൂക്ലിയസ് അതിൽ സിങ്കായി അങ്ങനെ നിൽക്കുന്ന ഒരു മിൽക്കി വൈറ്റ് പ്യൂപ്പിൾ ആയിട്ട് നിൽക്കുന്നത്. എന്നാൽ സ്ക്ലീറോട്ടിക്കിൽ എന്താ, സ്ക്ലീറോസിസ് ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഷ്രങ്കൻ കാറ്ററാക്ടേഷ്യസ് ലെൻസ് മൊത്തം ഷ്രങ്കനായി, ഇത് തിക്കൻഡ് ആന്റീരിയർ ക്യാപ്സ്യൂളൊക്കെ തിക്കനായി, ഡേർട്ടി വൈറ്റ് പ്യൂപ്പിൾ. ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയാം, എന്തൊക്കെ ഉണ്ടാവും. ഗ്ലെയർ, യൂണിയോക്കുലാർ പോളിയോപ്പിയ, കളേർഡ് ഹാലോസ്, ബ്ലാക്ക് സ്പോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ഐസ്, ഇമേജ് ബ്ലർ ആവുക, ഡിസ്റ്റോർട്ടഡ് ഇമേജസ്, ഡിറ്റീരിയോറേഷൻ ഓഫ് വിഷൻ.
യൂണിയാക്കുലർ പോളിയോപ്പിയ എന്ന് പറയുമ്പോൾ ഡബ്ലിംഗ് അല്ലെങ്കിൽ ട്രിപ്ലിംഗ് ഓഫ് ഒബ്ജക്റ്റിനെ കാണുമ്പോൾ 2 ആയിട്ട് 3 ആയിട്ടൊക്കെ കാണാം. അതാണ് യൂണിഒക്കുലാർ പോളിയോപ്പിയ. ഒരു കണ്ണിലൂടെ കുറേ ആയിട്ട് കാണുന്നു. യൂണിഒക്കുലാർ പോളിയോപ്പിയ. പിന്നെ ഗ്ലെയർ ഉണ്ടാവും. കളേർഡ് ഹാലോസ്. കളേർഡ് ഹാലോസ് എന്ന് പറയുമ്പോൾ ബ്രേക്കിംഗ് വൈറ്റ് ലൈറ്റ് ഇൻ ടു കളേർഡ് സ്പെക്ട്രം. പിന്നെ ബ്ലാക്ക് സ്പോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ഐസ്, ഇമേജ് ബ്ലർ ആവുന്നു, ഡിസ്റ്റോർഷൻ ഓഫ് ഇമേജ്. മാനേജ്മെന്റ് സർജറി ചെയ്യാം, അല്ലെങ്കിൽ സർജറി ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇൻട്രാഓക്കുലർ ലെൻസിനെ ഇംപ്ലാന്റ് ചെയ്യും. ഓക്കെ, സർജറിയിലെ ICCE, ECCE, സ്മോൾ ഇൻസിഷൻ കാറ്ററാക്ട് സർജറി, പിന്നെ ഫാക്കോ എമൽസിഫിക്കേഷൻ, ഫ്ലാക്സ്, ഫെംറ്റോസെക്കൻഡ് ലേസർ അസിസ്റ്റഡ് കാറ്ററാക്ട് സർജറി. ഇനി കാറ്ററാക്ട് സർജറിയുടെ സ്റ്റെപ്പ് ECCEയിലെ ആദ്യം എന്ത് ചെയ്യും, സുപ്പീരിയർ റെക്ടസിനെ സ്യൂച്ചർ ചെയ്യും. superior rectus suture, പിന്നെ conjunctival flap along limbus, hemostasis, sclerocorneal tunnel incision, external scleral incision, side port entry, അത് കഴിഞ്ഞിട്ട് പിന്നെ anterior capsulotomy, പിന്നെ hydrodissection, nuclear management, aspiration of cortex, intraocular lensനെ implant ചെയ്യുക, removal of viscoelastic material, wound closure. ഇങ്ങനെയാണ്. ഫസ്റ്റ് എന്താ, superior rectusനെ suture ചെയ്യുന്നു. എന്തിന്, superior rectusനെ suture ചെയ്യുമ്പോൾ stabilizes the eyeball in downward gaze, provides counter traction force during delivery of nucleus and epinucleus. ഇനി സെക്കൻഡ് സ്റ്റെപ്പ്, അപ്പോൾ superior rectusനെ suture ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തു, ഐബോളിനെ ഒരു ഡൗൺവേർഡ് ഗേജിൽ സ്റ്റെബിലൈസ് ചെയ്യാൻ കഴിഞ്ഞു. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് കൺജങ്ക്റ്റിവൽ ഫ്ലാപ്പ്, ലിംബസിലൂടെ കൺജങ്ക്റ്റിവൽ ഫ്ലാപ്പ്. ഇത് പറയണത് ഒരു 1 o'clock 2 o'clock ആ ഒരു ഇതിലാണ് ഫ്ലാപ്പ് ചെയ്യുന്നത്. കൺജങ്ക്റ്റിവൽ ഫ്ലാപ്പ്, എക്സ്പോഷറും അങ്ങനെ. കൺജങ്ക്റ്റീവിനെ ഫ്ലാപ്പ് ചെയ്യുമ്പോൾ സ്ക്ലിയർ എക്സ്പോസ് ആവും. 4 mm സ്ട്രിപ്പ് ഓഫ് സ്ക്ലിയർ അവിടെ എക്സ്പോസ് ആവും. എന്നിട്ട് ഹീമോസ്റ്റാസിസ്. ഹീമോസ്റ്റാസിസ് എന്ന് പറയുമ്പോൾ ജെന്റൽ ഓർ ജസ്റ്റ് അഡക്വേറ്റ് വെറ്റ് ഫീൽഡ് കോട്ടറിക്ക് വേണ്ടിയിട്ടാണ് ഹീമോസ്റ്റാസിസ്. അത് കഴിഞ്ഞിട്ട് സ്ക്ലീറോകോർണിയൽ ടണൽ. സ്ക്ലീറോകോർണിയൽ ടണൽ 3 സ്റ്റെപ്പായിട്ടാണ്. ഫസ്റ്റ് എക്സ്റ്റേണൽ സ്ക്ലീറൽ ഇൻസിഷൻ, പുറത്ത് എക്സ്റ്റേണലി സ്ക്ലീറൽ ഇൻസിഷൻ, പിന്നെ സ്ക്ലീറോകോർണിയൽ ടണൽ ക്രസന്റ് നൈഫ് വെച്ചിട്ട്, പിന്നെ ഇന്റേണൽ ഇൻസിഷൻ ഓഫ് കോർണിയ. സ്ക്ലീറോകോർണിയൽ ടണൽ അല്ലല്ലോ, ഫസ്റ്റ് എന്താ, എക്സ്റ്റേണൽ സ്ക്ലീറൽ ഇൻസിഷൻ 1.5 to 2 mm ബിഹൈൻഡ് ദി ലിംബസിന് ബിഹൈൻഡ് ആയിട്ട്, വിത്ത് 1/3 തിക്നെസ് ഗ്രൂ എന്ന് പറയുന്നത്. എന്നിട്ട് സ്ക്ലീറോകോർണിയൽ ടണൽ ബൈ ക്രസന്റ് നൈഫ്, ഇന്റേണൽ ഇൻസിഷൻ ഓഫ് കോർണിയ. ഈ സൈഡ് പോർട്ട് എൻട്രി ഫോർ ഡീപ്പനിങ് ഓഫ് ആന്റീരിയർ ചാമ്പർ അറ്റ് ദി എൻഡ് ഓഫ് സർജറി. ആന്റീരിയർ കാപ്സുലോട്ടമി. ആന്റീരിയർ കാപ്സുലോട്ടമി ചെയ്യുമ്പോൾ ക്യാൻ ഓപ്പണേഴ്സ് ടെക്നിക്ക് ഉണ്ട്, എൻവലപ്പ് ടെക്നിക്ക്, CCC, കണ്ടിന്യൂസ് സർക്കുലർ കാപ്സുലോർ എക്സിസ്. അങ്ങനെ ആന്റീരിയർ ക്യാപ്സ്യൂളിനെ നമ്മൾ ആന്റീരിയർ കാപ്സുലോട്ടമി ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് എന്താ, ഹൈഡ്രോഡിസെക്ഷൻ. ഹൈഡ്രോഡിസെക്ഷൻ എന്തിനാ, പോസ്റ്റീരിയർ ക്യാപ്സ്യൂളിൽ നിന്ന് ന്യൂക്ലിയർ മാസിനെ സെപ്പറേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഹൈഡ്രോഡിസെക്ഷൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ന്യൂക്ലിയർ മാനേജ്മെന്റ്. ന്യൂക്ലിയസിനെ എടുക്കണ്ടേ, ക്യാപ്സുലാർ ബാഗിൽ നിന്ന് പുറത്തോട്ട് എടുത്ത് കൊണ്ടുവരണമല്ലോ ന്യൂക്ലിയസിനെ, അതാണ് ന്യൂക്ലിയർ മാനേജ്മെന്റ്. എന്നുവെച്ചാൽ പ്രൊലാപ്സ് ഓഫ് ദി ന്യൂക്ലിയസ് ഫ്രം ക്യാപ്സുലാർ ബാഗ് ഇൻ ടു, ആദ്യം ന്യൂക്ലിയസിനെ ക്യാപ്സുലാർ ബാഗിൽ നിന്ന് ആന്റീരിയർ ചാമ്പറിലോട്ട് ഇടുന്നു. എന്നിട്ട് ഡെലിവറി ഓഫ് ദി ന്യൂക്ലിയസ് ത്രൂ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ടണലിലൂടെ ന്യൂക്ലിയസിനെ എടുക്കുന്നു. ആ ഡെലിവറിക്ക് പറയുന്ന പേരാണ് ഇറിഗേറ്റിംഗ് വയർ റെക്റ്റിസ് മെത്തേഡ്, അല്ലെങ്കിൽ ഫാക്കോ സാൻഡ്വിച്ച് മെത്തേഡ്, ഫിഷ് ഹുക്ക് മെത്തേഡ് എന്നൊക്കെ പറയണം. അത് കഴിഞ്ഞിട്ട് ആസ്പിറേഷൻ ഓഫ് കോർട്ടെക്സിനെ ആസ്പിറേറ്റ് ചെയ്യുന്നു. പിന്നെ ഇൻട്രാഓക്കുലർ ലെൻസിനെ ഇംപ്ലാന്റ് ചെയ്യുന്നു. ആഫ്റ്റർ ഫില്ലിംഗ്, ഈ ക്യാപ്സുലാർ ബാഗിൽ ആദ്യം വിസ്കോലാസ്റ്റിക് ഫ്ലൂയിഡ് വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്യും. എന്നിട്ടാണ് ഇൻട്രാഓക്കുലർ ലെൻസിനെ പോയിട്ട് ഇംപ്ലാന്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എക്സസ് ഉള്ള വിസ്കോലാസ്റ്റിക് മെറ്റീരിയലിനൊക്കെ റിമൂവ് ചെയ്യും, വൂണ്ടിനെ ക്ലോസ് ചെയ്യും. ഇനി ആഫ്റ്റർ കാറ്ററാക്ട്. ആഫ്റ്റർ കാറ്ററാക്ടിന്റെ വേറൊരു പേരാണ് സെക്കൻഡറി കാറ്ററാക്ട്. ഒപ്പാസിറ്റി പെർസിസ്റ്റ് ഓർ ഡെവലപ്പ് ആഫ്റ്റർ എക്സ്ട്രാ ക്യാപ്സുലാർ ലെൻസ് എക്സ്ട്രാക്ഷൻ ചെയ്തതിന് ശേഷം ഒപ്പാസിറ്റി ആക്കുന്നുണ്ട്. അതാണ് സെക്കൻഡറി കാറ്ററാക്ട്. ഒപ്പാസിറ്റി പെർസിസ്റ്റ് ഓർ ഡെവലപ്പ് ആഫ്റ്റർ എക്സ്ട്രാ ക്യാപ്സുലാർ ലെൻസ് എക്സ്ട്രാക്ഷൻ. ഇതിന്റെ കോഴ്സ് ഒന്ന്, ഇപ്പം എന്താ പറയുക, റെസിഡുവൽ ഒപ്പാക് ലെൻസ് മാറ്റർ may persist as after cataract when it is imprisoned between anterior and posterior capsule which is surrounded by fibrin. പിന്നെ വേറൊന്ന്, proliferative type of after cataract may develop from left of anterior epithelial cells in capsular bag. ഇപ്പോൾ capsular ബാഗിൽ കുറച്ച് anterior epithelial cell സർജറി ചെയ്താലും ലെഫ്റ്റ് ഔട്ട് ചെയ്തു സർജൻ. അപ്പം അതുവഴി എന്ത് ചെയ്തു, അത് പിന്നെ പ്രൊലിഫറേറ്റ് ആയി ആഫ്റ്റർ കാറ്ററാക്ട് ഉണ്ടാവാം. വേറൊന്ന് പറഞ്ഞത്, കുറച്ച് ഈ ലെൻസിന്റെ ഒപ്പാക് ലെൻസ് മാറ്റർ കുറച്ച് അവിടെ പെർസിസ്റ്റ് ചെയ്തു ആന്റീരിയർ പോസ്റ്റീരിയർ ക്യാപ്സ്യൂളിന്റെ ഇടയിൽ, അതും പിന്നെ ആഫ്റ്റർ കാറ്ററാക്ട് ആയിട്ട് മാറാം. ക്ലിനിക്കൽ ടൈപ്സ് ആണ് എന്നാ, തിക്കൻഡ് പോസ്റ്റീരിയർ ക്യാപ്സ്യൂൾ ഒപ്പാസിഫിക്കേഷൻ അല്ലെങ്കിൽ
ഡെൻസ് മെംബ്രെയിനസ് ആഫ്റ്റർ കാറ്ററാക്ട്. ഇപ്പം തിൻ മെംബ്രെയിനസ് ആഫ്റ്റർ കാറ്ററാക്റ്റും അതുപോലെ തിക്കൻഡ് പോസ്റ്റീരിയർ ക്യാപ്സ്യൂളും ഒക്കെ ബെസ്റ്റ് ട്രീറ്റഡ് ബൈ YAG ലേസർ ക്യാപ്സ്യൂലോട്ടമി വെച്ചിട്ടെന്നാണ് പറയുന്നത്. പിന്നെ ഡെൻസ് മെംബ്രെയിനസ് ആഫ്റ്റർ കാറ്ററാക്ട് ആണെങ്കിൽ സർജിക്കൽ മെംബ്രെയിനക്ടമി ചെയ്യണം. ഓക്കെ, കോംപ്ലിക്കേറ്റഡ് കാറ്ററാക്ട്. കോംപ്ലിക്കേറ്റഡ് കാറ്ററാക്ട് എന്ന് പറയുമ്പോൾ വേറെ എന്തെങ്കിലും ഇൻട്രോക്കുലർ ഡിസീസിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് ലെൻസിൽ ഒപ്പാസിഫിക്കേഷൻ വന്ന് കാറ്ററാക്ട് ഉണ്ടാവുക, അതാണ് കോംപ്ലിക്കേറ്റഡ് കാറ്ററാക്ട്. ഇറ്റിയോളജി പറയുമ്പോൾ ഇപ്പം എന്തോ ഇൻട്രോക്കുലർ സർക്കുലേഷൻ ഒന്ന് ഡിസ്റ്റർബ് ആയി, അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ടോക്സിൻ എന്തെങ്കിലും ഫോം ചെയ്തു, ഇതൊക്കെ വഴി ക്രിസ്റ്റലൈൻ ലെൻസിന്റെ ന്യൂട്രീഷൻ ഡിസ്റ്റർബ് ആയി. അപ്പോൾ എന്തുണ്ടാവും? ഡെവലപ്മെന്റ് ഓഫ് കോംപ്ലിക്കേറ്റഡ് കാറ്ററാക്ട് ഉണ്ടാവും. അതാണ് അതിന്റെ ഒരു പാത്തോളജി ആയിട്ട് അങ്ങനെ പറയുന്നത്. ഇനി ഇതിന്റെ പല കണ്ടീഷനും പറയുന്നുണ്ട്. ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ആയിട്ടുള്ളത് പറയുന്നുണ്ട്, പിന്നെ ഡീജനറേറ്റീവ് കണ്ടീഷൻസ്, റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ്. ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ആയിട്ട് പറയുന്നത് എന്തൊക്കെയാ? ആന്റീരിയർ യുവിഐറ്റിസ്, പാർസ് പ്ലാനൈറ്റിസ്, ഇറിഡോസൈക്ലൈറ്റിസ്, കൊറോയിഡൈറ്റിസ്. കുറെ ഐറ്റിസുകൾ, ഇൻഫ്ലമേഷൻ അല്ലേ? ആന്റീരിയർ യുവിഐറ്റിസ്, പാർസ് പ്ലാനൈറ്റിസ്, ഇറിഡോസൈക്ലൈറ്റിസ്, കൊറോയിഡൈറ്റിസ്. ഡീജനറേറ്റീവ് കണ്ടീഷൻ ആയിട്ട് റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ, റെറ്റിനൽ ഡിസ്ട്രോഫീസ്. പിന്നെ റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ്, പ്രൈമറി സെക്കൻഡറി ഗ്ലോക്കോമ ഒക്കെ പോയി. പിന്നെ ഇൻട്രാ ഒക്കുലർ ട്യൂമേഴ്സ്, റെറ്റിനോബ്ലാസ്റ്റോമ, മെലനോ. ഓക്കെ, ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് പോസ്റ്റീരിയർ സബ് ക്യാപ്സുലാർ കാറ്ററാക്ട് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. സ്ലിറ്റ് ലാമ്പ് കൂടെ നോക്കുമ്പോൾ ബ്രെഡ് ക്രംബ് അപ്പിയറൻസും പോളിക്രോമാറ്റിക് ലസ്റ്റേഴ്സും കാണാൻ കഴിയും. അപ്പിയറൻസ് ഓഫ് ഇറിഡിസൻ കളർ. പോളിക്രോമാറ്റിക് ലസ്റ്റർ എന്ന് ഉദ്ദേശിച്ചത് എന്താ? അപ്പിയറൻസ് ഓഫ് ഇറിഡിസൻ കളേർഡ് പാർട്ടിക്കിൾസ് ഓഫ് റെഡ്, ഗ്രീന്, ബ്ലൂ. അപ്പൊ റെയിൻബോ കാറ്ററാക്ട് എന്നും പറയാം. പിന്നെ നമ്മൾ പറയുന്നുണ്ട് ഇതെങ്ങനെയാണ്, മീൻസ് ഇതില് നമ്മൾ കാണുമ്പോൾ ലാസ്റ്റ് ഡേർട്ടി വൈറ്റ്, ചോക്കി വൈറ്റ് അപ്പിയറൻസ് ആ ലെൻസ് എന്നാ പറയല്. ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഫസ്റ്റ് ഇങ്ങനെ കുറെ കാൽഷ്യം ഇങ്ങനെ ഫസ്റ്റ് എന്ത് ചെയ്യും? ഡിഫ്യൂസ് യെല്ലോ ഹേസ്, അഡ്ജോയിനിങ് കോർട്ടെക്സിൽ ഡിഫ്യൂസ് യെല്ലോ ഹേസ്. ലേറ്റർ സ്റ്റേജിൽ കാൽസ്യം കൂടെ ഡിപ്പോസിറ്റ് ആവും. അപ്പോൾ സ്ലോലി ഫുൾ കോർട്ടെക്സിൽ മൊത്തം എന്തുണ്ടാവും? ഒപ്പാസിഫിക്കേഷൻ ഉണ്ടാവും. അങ്ങനെ ലെൻസ് ഒപ്പാക്ക് ആവും, ഡേർട്ടി വൈറ്റ്, ചോക്കി വൈറ്റ് അപ്പിയറൻസ് ആയിട്ട് മാറും. ഇനി കൺജനൈറ്റൽ കാറ്ററാക്ട്. കൺജനൈറ്റൽ എന്ന് പറയുമ്പോൾ ഇതിന്റെ ടൈപ്പ്, ഇറ്റിയോളജി, ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, മാനേജ്മെന്റ്, അത്രയാണ് ഇമ്പോർട്ടന്റ്. പിന്നെ അത് തന്നെ ലാമെല്ലാർ, സോണുലാർ കാറ്ററാക്ട് മാത്രമായിട്ട് ഷോർട്ട് നോട്ട് അടിച്ചു ചോദിക്കും. അപ്പൊ കൺജനൈറ്റൽ കാറ്ററാക്ട് സം ഡിസ്റ്റർബൻസ് ഇൻ നോർമൽ ഗ്രോത്ത് ഓഫ് ലെൻസ്. ലെൻസിന്റെ നോർമൽ ഗ്രോത്തിൽ ചില ഡിസ്റ്റർബൻസ് ഉണ്ടാവാം. ഒപ്പാസിറ്റി ലിമിറ്റഡ് ടു എയ്തർ എംബ്രിയോണിക് ഓർ ഫീറ്റൽ ന്യൂക്ലിയസ്, അതാണ് കൺജനൈറ്റൽ. ഇറ്റിയോളജി പറയുമ്പോൾ മൂന്നായിട്ട് തരംതിരിക്കും: ഇഡിയോപ്പതിക്, ഹെറിഡിറ്ററി, പിന്നെ മറ്റുള്ള കോഴ്സ്. ഇതിൽ 33.3%, 1/3 ഇഡിയോപ്പതിക് ആണ്, 1/3 ഹെറിഡിറ്ററി ആണ്, 1/3 മറ്റുള്ള കോഴ്സ്. ഹെറിഡിറ്ററി എന്ന് പറയുമ്പോൾ ഓട്ടോസോമൽ ഡോമിനന്റ്, ട്രൈസോമി 21 പോലെയുള്ള. പിന്നെ 1/3 അതർ കോഴ്സ് എന്ന് പറയുമ്പോൾ സ്കെലറ്റൽ ഡിസോർഡേഴ്സ്, CNS ഡിസോർഡേഴ്സ്, സെറിബ്രോ ഒക്കുലോ ഫേഷ്യൽ സിൻഡ്രോം, റീനൽ സിസ്റ്റം ഡിസോർഡേഴ്സ്, ലോവർ സിൻഡ്രോം, അതൊക്കെ. ഇനി മെറ്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാ പറയാം? അമ്മയായിട്ട് ബന്ധപ്പെട്ട ഫാക്ടേഴ്സ്: മാൽന്യൂട്രീഷൻ, ടോർച്ച് ഇൻഫെക്ഷൻ, എന്നാ ഡ്രഗ് ഇഞ്ചക്ഷൻ, താലിഡമൈഡ്, കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്, പിന്നെ റേഡിയേഷൻസ്. ഇൻഫാന്റൽ ഫാക്ടേഴ്സ് ആയിട്ട് എന്തൊക്കെ പറയാം? അനോക്സിയ, ബർത്ത് ട്രോമ, മെറ്റബോളിക് ഡിസോർഡേഴ്സ്, മാൽന്യൂട്രീഷൻ. ക്ലിനിക്കൽ ടൈപ്പുകൾ മെയിൻലി നമ്മൾ 4 ടൈപ്പാണ് പറയാം: കൺജനൈറ്റൽ കാപ്സുലാർ കാറ്ററാക്ട്, പോളാർ കാറ്ററാക്ട്, കൺജനൈറ്റൽ ന്യൂക്ലിയർ കാറ്ററാക്ട്, ജനറലൈസ്ഡ് കാറ്ററാക്ട്. കൺജനൈറ്റൽ കാപ്സുലാർ കാറ്ററാക്ട് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ആന്റീരിയറും ഉണ്ട്, പോസ്റ്റീരിയർ ഉണ്ട്. ആന്റീരിയർ കാപ്സുലാർ കാറ്ററാക്ട് ഉണ്ട്, പോസ്റ്റീരിയർ കാപ്സുലാർ കാറ്ററാക്ട് ഉണ്ട്. ഇനി പോളാർ കാറ്ററാക്ട്. പോളാർ കാറ്ററാക്റ്റിലും അതേപോലെ ആന്റീരിയർ പോളാർ കാറ്ററാക്ട് ഉണ്ട്, പോസ്റ്റീരിയർ പോളാർ കാറ്ററാക്റ്റും. ഇനി കൺജനൈറ്റൽ ന്യൂക്ലിയർ കാറ്ററാക്ട്, അതിലാണ് കാറ്ററാക്ട പൾവറുലൻഡ, പിന്നെ ലാമെല്ലാറ്, ഫ്യൂച്ചറൽ ആൻഡ് ആക്സിയൽ കാറ്ററാക്ട്, ടോട്ടൽ ന്യൂക്ലിയർ കാറ്ററാക്ട്, അതൊക്കെ. പിന്നെ ജനറലൈസ്ഡ് കാറ്ററാക്റ്റിലാണ് കൊറോണറി കാറ്ററാക്ട്, ബ്ലൂ ഡോട്ട് കാറ്ററാക്ട്, ടോട്ടൽ കൺജനൈറ്റൽ കാറ്ററാക്ട്, കൺജനൈറ്റൽ മെംബ്രെയിനസ് കാറ്ററാക്ട് ഒക്കെ വരുന്നത്. ഇനി ലാമെല്ലാർ കാറ്ററാക്ട് ഷോർട്ട് നോട്ടാണ്. ലാമെല്ലാർ കാറ്ററാക്ടിന്റെ വേറൊരു പേരാണ് സോണുലാർ കാറ്ററാക്ട്. ഒപ്പാസിറ്റീസ് ഒക്യുപ്പൈസ് എ ഡിസ്ക്രീറ്റ് സോൺ ഇൻ ലെൻസ്. ലെൻസിൽ ഒരു ഡിസ്ക്രീറ്റ് സോണിൽ ഒപ്പാസിറ്റി ഒക്യുപ്പൈ ചെയ്യാണ്. മോസ്റ്റ് കോമൺ ആണ്. കൺജനൈറ്റൽ കാറ്ററാക്റ്റിൽ തന്നെ മോസ്റ്റ് കോമൺ ആണ് ആര്? ലാമെല്ലാർ കാറ്ററാക്ട്, അസോസിയേറ്റഡ് വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റ്. ഇറ്റിയോളജി പറയുമ്പോൾ ജനറ്റിക് ആയിട്ടുള്ളതുകൊണ്ട് എൻവയോൺമെന്റൽ ആയിട്ടുള്ളതുകൊണ്ട്. ജനറ്റിക് ആയിട്ട് എന്താ പറയുക? ഓട്ടോസോമൽ ഡോമിനന്റ് ആണ്. പിന്നെ എൻവയോൺമെന്റൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, ഹൈപ്പോകാൽഷീമിയ, മെറ്റേണൽ റുബെല്ല ഇൻഫെക്ഷൻസ്. ഇനി ഫീച്ചേഴ്സ് പറയുമ്പോൾ ഒക്യൂസ് ഇൻ എ സോൺ ഓഫ് ഫീറ്റൽ ന്യൂക്ലിയസ് സറൗണ്ടിങ് ദി എംബ്രിയോണിക് ന്യൂക്ലിയസ്. ഏത് സോണിലാണ് ഒക്യൂർ ചെയ്യുക? ഫീറ്റൽ ന്യൂക്ലിയസ് സറൗണ്ടിങ് ദി എംബ്രിയോണിക് ന്യൂക്ലിയസ്. മെയിൻ മാസ് ഓഫ് ലെൻസ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ടു സോൺ ഓഫ് കാറ്ററാക്ട് ക്ലിയർ ആയിരിക്കും, എക്സെപ്റ്റ് സ്മോൾ ലിനിയർ ഒപ്പാസിറ്റീസ് ലൈക്ക് സ്പോക്സ് ഓഫ് വീൽസ് ടുവാർഡ്സ് ഇക്വേറ്റർ. എന്നുവെച്ചാൽ നമ്മളിപ്പം മെയിൻലി
ആ സോൺ എവിടെയാ? ഫീറ്റൽ ന്യൂക്ലിയസ് സറൗണ്ടിങ് എംബ്രിയോണിക് ന്യൂക്ലിയസ്, അവിടെയാണ് കാറ്ററാക്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അവിടെയല്ലേ ഒപ്പാസിറ്റി ഉണ്ടാവുക. അപ്പം ഈ സോണ് എന്നാ പറയാ, മെയിൻ മാസ് ഓഫ് ലെൻസ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ടു, ഈ സോണിന്റെ ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടുള്ള ആ സോണിലില്ലേ, ആ സ്ഥലത്ത് അവിടെയൊക്കെ എന്തുണ്ടാവും? എക്സെപ്റ്റ് സ്മോൾ, അവിടെയൊക്കെ ലൈക്ക് സ്പോക്സ് ഓഫ് വീൽ ടുവേർഡ്സ് ഇക്വേറ്ററിലോട്ട്. 2 such rings of opacity are seen. പിന്നെ യൂഷ്വലി ബൈലാറ്ററൽ ആണ്. സിവിയർ വിഷ്വൽ ഫീൽഡ് ഡിഫക്റ്റ് ഒക്കെ ഉണ്ടാവും. മാനേജ്മെന്റ് പറയുമ്പോൾ സർജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് മെയിൻലി. ലെൻസ് ആസ്പിരേഷൻ, ലെൻസ് എക്ടമി വിത്ത് പോസ്റ്റീരിയർ കാപ്സുലോട്ടമി ആൻഡ് ആന്റീരിയർ വിട്രെക്ടമി. ലെൻസ് ഒന്നുകിൽ ലെൻസിനെ ആസ്പിരേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ലെൻസ് എക്ടമിയോ ചെയ്യും വിത്ത് പോസ്റ്റീരിയർ കാപ്സുലോട്ടമി ആൻഡ് ആന്റീരിയർ വിട്രെക്ടമി. ടൈമിങ്, ഇതിന്റെ ടൈമിങ് പറയുമ്പോൾ ഇപ്പം നമ്മൾ ആദ്യം നോക്കും കാറ്ററാക്ട് ബൈലാറ്ററൽ ആണോ യൂണിലാറ്ററൽ ആണോ. ബൈലാറ്ററൽ ആണെങ്കിൽ തന്നെ എന്താ നോക്കുക, ഇനി ഡെൻസ് കാറ്ററാക്ട് ആണോ, ഡെൻസ് ആണോ പാർഷ്യൽ ആണോ നോക്കും. ഡെൻസ് ആണെങ്കിൽ ഓക്കെ, 4 to 6 വീക്കിൽ നമ്മൾ 4 to 6 വീക്ക് ഓഫ് ഏജിൽ സർജറി ചെയ്യണം. എന്നാൽ പാർഷ്യൽ കാറ്ററാക്ട് ആണെങ്കിൽ സർജറിയുടെ ആവശ്യമൊന്നുമില്ല. ഈ പകരം യൂണിലാറ്ററൽ കാറ്ററാക്ട് ആണെങ്കിൽ അതിൽ തന്നെ ഡെൻസ് ആണോ പാർഷ്യൽ ആണോ നോക്കി. ഡെൻസ് ആണെങ്കിൽ അർജന്റ് സർജറി വിത്തിൻ ഡേയ്സിൽ സർജറി ചെയ്യണം. പാർഷ്യൽ ആണെങ്കിൽ ട്രീറ്റഡ് നോൺ സർജിക്കലി ട്രീറ്റ് ചെയ്യാം ബൈ പാർട്ട് ടൈം ഒക്ലൂഷൻ ടു പ്രിവെന്റ് ആംബ്ലയോപ്പിയ. ഇനി വിഷ്വൽ പ്രോഗ്നോസിസ് നമ്മൾ പറയുമ്പോൾ വിഷ്വൽ പ്രോഗ്നോസ് ഭയങ്കര പുവറാണ്. ഇതിന് കറക്ഷൻ പീഡിയാട്രിക് അഫേക്യാൻ എങ്ങനെ കറക്റ്റ് ചെയ്യാം? അപ്പം 2 വയസ്സിന് താഴെയുള്ള പിള്ളേരാണെങ്കിൽ സ്പെക്ടക്കിൾസോ അല്ലെങ്കിൽ കോണ്ടാക്ട് ലെൻസ് ഒക്കെ കൊടുക്കാം. 2 വയസ്സിന് കൂടുതലാണെങ്കിലോ ഇൻട്രോക്കുലർ ലെൻസിന്റെ ഇംപ്ലാന്റേഷൻ. ഇനി ഗ്ലോക്കോമയിൽ തന്നെ ക്രോണിക് സിമ്പിൾ പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ, പ്രൈമറി ആംഗിൾ ക്ലോഷർ, ലെൻസ് ഇൻഡ്യൂസ്ഡ് ബുഫ്താൽമോസ്, അതൊക്കെയാണ് ഇമ്പോർട്ടന്റ്. ഇതിൽ പ്രൈമറി ഓപ്പൺ ആംഗിളിന്റെ വേറെ പേരാണ് ക്രോണിക് സിമ്പിൾ ഗ്ലോക്കോമ. പ്രൈമറി ആംഗിൾ ക്ലോഷർ ആണ് അക്യൂട്ട് കൺജസ്റ്റീവ് ഗ്ലോക്കോമ, ലെൻസ് ഇൻഡ്യൂസ്ഡ് ഗ്ലോക്കോമ, പിന്നെ ബുഫ്താൽമോസ്. ഇനി കൺജനൈറ്റൽ ഗ്ലോക്കോമ എന്ന് പറയുമ്പോൾ ഡെവലപ്മെന്റൽ ഗ്ലോക്കോമയാണ്. ബൈലാറ്ററൽ ആണ്. 75% അത് ബൈലാറ്ററൽ ആണ്. ഓട്ടോസോമൽ റെസസീവ് ഇൻഹെറിറ്റൻസ് ആണ്. ഇറ്റിയോളജി പറയുമ്പോൾ ട്രബക്കുലോ ഡിസ്ജനസിസ്. 40% സിൻസ് ബർത്തിൽ എന്ന് വെച്ചാൽ ന്യൂ ബോൺ ഗ്ലോക്കോമ ആയിരിക്കും 40%. 50% ഒരു പ്രിയർ ടു ഏജ് ഓഫ് 2 years, അപ്പോൾ ഇൻഫന്റൈൽ ഗ്ലോക്കോമ. 10% 2 to 10 years ജുവനൈൽ ഗ്ലോക്കോമ. അപ്പോൾ ടോട്ടൽ 100% പറയുകയാണെങ്കിൽ ഇതിന് ഇറ്റിയോളജി നമ്മൾ പറഞ്ഞു ട്രബക്കുലോ ഡിസ്ജനസിസ്. ടോട്ടൽ 100%-ൽ 40% ന്യൂ ബോൺ ഗ്ലോക്കോമ, 50% ഇൻഫന്റൈൽ ഗ്ലോക്കോമ, 10% ജുവനൈൽ ഗ്ലോക്കോമ. ജുവനൈൽ എന്ന് പറയുമ്പോൾ 2 to 10 ആണ്. അസോസിയേറ്റഡ് വിത്ത് ബുഫ്താൽമോസ്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുമ്പോൾ ലാക്രിമേഷൻ ആണ് ഏർലി സിംറ്റം. പിന്നെ ഐ റബ്ബിങ്, ബ്ലഫെറോസ്പാസം, ഫോട്ടോഫോബിയ, കോർണിയൽ എഡിമ. കോർണിയൽ എഡിമയാണ് ഇതിന്റെ ഫസ്റ്റ് സൈൻ. റൈസ്ഡ് ഇൻട്രാഒക്കുലാർ പ്രഷർ റൈസ് ആയി, വേരിയേഷൻ ഇൻ ഓപ്റ്റിക് ഡിസ്ക് കപ്പിങ്ങിലുള്ള വേരിയേഷൻ. എന്തൊക്കെയാ? ലാക്രിമേഷൻ, ഐ റബ്ബിങ്, ബ്ലഫെറോസ്പാസം, ഫോട്ടോഫോബിയ, കോർണിയൽ എഡിമ, റൈസ്ഡ് ഇൻട്രാഒക്കുലാർ പ്രഷർ, വേരിയേഷൻ ഇൻ ഐ ഡിസ്ക് കപ്പിംഗ്. ട്രീറ്റ്മെന്റ് പറയുമ്പോൾ ട്രബക്കുലോട്ടമി ചെയ്യാം, ഗോണിയോട്ടമി സർജറി ഓഫ് ചോയ്സ് എന്ന് പറയുമ്പോൾ ഗോണിയോട്ടമിയാണ്. പിന്നെ കമ്പൈൻഡ് ട്രബക്കുലോട്ടമി ആൻഡ് ട്രബക്കുലെക്ടമി വിത്ത് ആന്റിഫൈബ്രോട്ടിക് ട്രീറ്റ്മെന്റ്. ഈ പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ എന്ന് വെച്ചാൽ ക്രോണിക് സിമ്പിൾ ഗ്ലോക്കോമ. ഇത് ബൈലാറ്ററൽ ആണ്, സിമെട്രിക്കൽ ആണ്. സാധാരണ പറയുമ്പോൾ 40 വയസ്സിന് കൂടുതൽ എന്ന് വെച്ചാൽ ഏജ് ആകുമ്പോഴാണ് ഇതിന്റെ ചാൻസ് കൂടുതൽ. 50 to 70 ഇയേഴ്സിലാണ് ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ളത്. മെയിൻ ഫാക്ടർ ഹെറിഡിറ്റി, അത് പോളിജനിക് ഇൻഹെറിറ്റൻസ് ആണെന്നാ പറയാ. പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയാണ്. ഹൈ മയോപ്സിലാണ് ഉണ്ടാവുക. അതേപോലെ സിഗരറ്റ് സ്മോക്ക്, ഹൈ മയോപ്പിൽ ഉണ്ടാവാം. പിന്നെ അതേപോലെ സിഗരറ്റ് സ്മോക്കിംഗ് ഉള്ള ആള്, ഡയബറ്റീസ് മെലിറ്റസ്, അതൊക്കെ ഒരു പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സ് ആണ്. ഇനി സയൻസ് പറയുമ്പോൾ IOPയുടെ ഡിഫറൻസ് ഒരു ഗ്രേറ്റർ ദാൻ 6 mmHg ആണെങ്കിൽ തന്നെ നമുക്കൊന്ന് സസ്പെക്ട് ചെയ്യാം ഇയാൾക്ക് ഗ്ലോക്കോമ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഓവർ 8 ഒക്കെ ആയാൽ ഓക്കെ, ഡയഗ്നോസ്റ്റിക് ആണ്. ലേറ്റസ്റ്റ് സ്റ്റേജിൽ IOP പെർമനന്റ്ലി റൈസ് 30 to 40 mmHg. അപ്പോൾ IOP ഡിഫറൻസ് ഗ്രേറ്റർ ദാൻ 6 mmHg സസ്പീഷ്യസ്, ഓവർ 8 ഡയഗ്നോസ്റ്റിക്. ലേറ്റസ്റ്റ് സ്റ്റേജസ് IOP പെർമനന്റ്ലി റൈസ് 30 to 45 mmHg. ഒപ്റ്റിക് ഡിസ്കിന്റെ ചേഞ്ച് പറയുമ്പോൾ മാർക്കഡ് കപ്പിംഗ് ഉണ്ടാവും. നോർമൽ ഈ കപ്പ് ഡിസ്ക് റേഷ്യോ എന്ന് പറയുന്നത് 0.3 ആണ്. അതിനേക്കാളും കൂടുക 0.7 to 0.9 ഒക്കെ ആവണതാണ് മാർക്കഡ് കപ്പിംഗ്. അതാണ് ഇതിൽ മാർക്കഡ് കപ്പിംഗ് ആണ്. പിന്നെ അസിമെട്രി, രണ്ട് കണ്ണും തമ്മിലുള്ള അതിന്റെ ഇടയിൽ അത് തന്നെ അസിമെട്രി ആണ്. 0.2 ഒക്കെ ഉണ്ട് ഡിഫറൻസ്. പിന്നെ നോച്ചിങ് ഓഫ് ന്യൂറോ റെറ്റിനൽ റിമിന്റെ നോച്ചിങ്, ലാമിനാർ ഡോട്ട് സൈൻ. പിന്നെ ബയോനെറ്റിംഗ് സൈൻ. ബയോനെറ്റിംഗ് സൈൻ എന്ന് പറഞ്ഞാൽ നാസൽ ഷിഫ്റ്റ് ഓഫ് ബ്ലഡ് വെസൽ അറ്റ് ഡിസ്ക് വിത്ത് അപ്പിയറൻസ് ഓഫ് ബീങ് ബ്രോക്കൺ അറ്റ് മാർജിൻ. പിന്നെ പറയുന്നത് ഡബിൾ ആംഗുലേഷൻ ഓഫ് ബ്ലഡ് വെസൽ എന്നാണ് പറയുന്നത്. കാരണം ബ്ലഡ് വെസൽ ഷിഫ്റ്റ് ആവുമല്ലേ ഡിസ്കിന്റെ അവിടെ,
nasal shift of blood vessel at a disc with appearance of being broken at margin. പിന്നെ pallor കൂടുന്നു. അപ്പോൾ optic disc changes, marked cupping, asymmetry between two eyes, notching of neuroretinal rim, laminar dot sign, bionetting sign, increased pallor. Symptoms പറയുമ്പോൾ headache ഉണ്ടാവും. Non characteristic headache ആണ്. Delayed dark adaptation, frequent changes of visual field changes ഭയങ്കര important ആണ്. Visual field changes ഏതൊക്കെയാ? First isopter contraction. അത് കഴിഞ്ഞിട്ട് എന്താണ്ടാവും? Barring of blind spot ന്റെ barring. എന്നിട്ട് പാരാസെൻട്രൽ സ്കോട്ടോമ. പാരാസെൻട്രൽ കഴിഞ്ഞിട്ട് സീഡൽ സ്കോട്ടോമ. പിന്നെ ആർക്കുവേറ്റ്, ജെറം സ്കോട്ടോമ, ഡബിൾ ആർക്കുവേറ്റ് എന്ന് വെച്ചാൽ റിംഗ് സ്കോട്ടോമ. റിംഗ് സ്കോട്ടോമയിൽ കണ്ടോ രണ്ടും റിംഗ് ആയിട്ടല്ല നിൽക്കണേ. ഇതിൽ ഈയില് രണ്ടും റിംഗ് ആയിട്ട്, അതാണ് എന്ത് ഡബിൾ ആർക്കുവേറ്റ് സ്കോട്ടോമ. ഡി എന്ന് പറയുന്നത് ആർക്കുവേറ്റ് ജെറം സ്കോട്ടോമ. സി സീഡൽ സ്കോട്ടോമ. അങ്ങനെ. പിന്നെ അപ്പോൾ നമ്മൾ പറഞ്ഞു ഐസോപ്റ്റർ കൺട്രാക്ഷൻ, ബാരിംഗ് ഓഫ് ബ്ലൈൻഡ് സ്പോട്ട്, പാരാസെൻട്രൽ സ്കോട്ടോമ, സീഡൽ സ്കോട്ടോമ, ആർക്കുവേറ്റ്, ജെറം സ്കോട്ടോമ, ഡബിൾ ആർക്കുവേറ്റ്, റിംഗ് സ്കോട്ടോമ, ലോസ് ഓഫ് സെൻട്രൽ വിഷ്വൽ ഫീൽഡ്, ലോസ് ഓഫ് ടെമ്പോറൽ വിഷൻ. ലാസ്റ്റ് എഫക്ട് ചെയ്യുന്ന ടെമ്പോറൽ വിഷനാണ്. അപ്പം ഇനി നമുക്ക് എന്താ മെഡിക്കൽ തെറാപ്പി ഫസ്റ്റ്. ടോപ്പിക്കൽ ആന്റി ഗ്ലോക്കോമ ഡ്രഗിനെ കൊടുക്കാലോ. പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ്സ്, ടോപ്പിക്കൽ ബീറ്റ ബ്ലോക്കേഴ്സ്, ആൽഫ അഗോണിസ്റ്റ്, കാർബോണിക് അൻഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ്, കൊളിനോമിമെറ്റിക്സ്. പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ്സിൽ ഡെറ്റനോപ്രോസ്റ്റ്, ബിമെറ്റോപ്രോസ്റ്റ്, ട്രാവോപ്രോസ്റ്റ്. ഇവർക്ക് എന്താ ചെയ്യുക? ഇൻക്രീസ് യുവിയോസ്ക്ലീറൽ ഔട്ട്ഫ്ലോ. ഇനി ടോപ്പിക്കൽ ബീറ്റ ബ്ലോക്കേഴ്സ്, ഡിക്രീസ് അക്വസ് സെക്രീഷൻ. പിന്നെ ആൽഫ അഗോണിസ്റ്റ്, എപ്പിനെഫ്രൈന്, ഡിപ്പൈവെഫ്രൈന്, ഇൻക്രീസ് യുവിയോസ്ക്ലീറൽ ഔട്ട്ഫ്ലോ. കാർബോണിക് അൻഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ്, ഡോർസോലമൈഡ്, acetazolamide, brinzolamide, decrease the aqueous secretion. ഇനി കൊളിനോമിമെറ്റിക്സ്, പൈലോകാർപ്പൻ, ഫൈസോസിഗ്മേൻ, ഇവരൊക്കെ എന്താ ചെയ്യുക? ഇൻക്രീസ് ദി aqueous flow എന്നുവെച്ചാൽ ഓപ്പൺ ട്രബക്കുലർ മെഷ് വർക്കിന്. ഓക്കെ, ഇനി സിസ്റ്റമിക് തെറാപ്പി ആയിട്ട് നമുക്ക് കാർബോണിക് അൻഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സിന്, അസറ്റസോലമൈഡിനെ കൊടുക്കാം. പിന്നെ ഹൈപ്പറോസ്മോട്ടിക് ഏജൻസ്, മാനിറ്റോള്, ഗ്ലിസറോള്, അതൊക്കെ. ലേസറായിട്ട് നമ്മൾ ആരെ യൂസ് ചെയ്യും? ആർഗൺ ഓർ ഡയോഡ് ലേസറിനെ യൂസ് ചെയ്യും. ട്രബക്കുലോപ്ലാസ്റ്റി ചെയ്യും. സർജറി ആയിട്ട് നമ്മൾ ട്രബക്കുലെക്ടമിയും ചെയ്യും. Thank you.